ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദനെ വിളിച്ചിട്ട് ശ്രീനിവാസൻ സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, അത്തേറാട്ട് ശ്രീധരനോ വിവരമില്ല, വേദവക്കീലും കൂടിയിട്ട് അതിന് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അയാൾ കൊടുത്ത കേസൊക്കെ കള്ളക്കേസാണെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് കോടതി തെളിയിക്കട്ടെ. ഇനിയിപ്പോൾ അങ്ങനെ അയാൾ കൊടുത്ത കേസ് കള്ളക്കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ, അപ്പോൾ പിന്നെ ആ വിധി വരുന്നത് വരെ കാത്തിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദവക്കീൽ ഇതിന് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് വിക്രം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. വിക്രമിനെ രൂക്ഷമായിട്ട് തന്നെ ഒന്ന് ശ്രീനിവാസൻ നോക്കുകയാണ്. പിന്നെ കോടതി മുറിയിൽ ശ്രീധരനെയും ശ്രീനിവാസനെയും ഒക്കെ വിളിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കേസ് വാദിക്കുകയാണ് കേട്ടോ വേദ. അപ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീധര പുതിയ കേസ് കൊണ്ടുവന്നോന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് പറയട്ടോ ജഡ്ജിനോട്. അപ്പോൾ ആരാണ് നേരിട്ടാണ് വാദിക്കുന്നത് ചോദിക്കുമ്പോൾ അല്ല, വേദയാണെന്ന് പറയുകയാണേ. അങ്ങനെ വേദവാദം തുടങ്ങുകയാണ്. അപ്പോൾ ചെറിയങ്ങാട് ചെറിയൊരു ടൗണിൽ ഒരു കലാപം ഉണ്ടായതിനെ കുറിച്ചാണ്. അപ്പോൾ പകൽ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്ന ചെറിയൊരു ലഹള അത് വൈകുന്നേരം ആയപ്പോഴേക്കും വലിയൊരു കലാപമായി മാറി രണ്ട് പേര് കൊല്ലപ്പെടുകയും ചെയ്തു. അത് ചെയ്യിച്ചത് മുഴുവനും ശ്രീനിവാസനാണെന്നുള്ള കാര്യങ്ങളൊക്കെ വേദ അവിടെ വാദിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ കൊല്ലപ്പെട്ടവരെ വളരെ അധികം പാവപ്പെട്ട വീട്ടിലെ 2 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഒരാൾ ഒരു മുസ്ലിമാണ്, ഒരു സെയ്തു എന്ന് പറഞ്ഞ ആളാണ്. രണ്ട് മതങ്ങളിലുള്ള 2 കൂട്ടർ തമ്മിലാണ് പിന്നീട് ഈ ലഹളായി മാറിയത്. അപ്പോൾ ഈ സെയ്ദ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടുകാർ സെയ്ദ് എന്നൊരു ആളുടെ വരുമാനം കൊണ്ടാണ് ആ ഒരു കുടുംബം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അയാൾ മരിച്ചതോടുകൂടി ആ കുടുംബം അനാഥമായി. 5 സെൻറ്റ് സ്ഥലവും ഭൂമിയും വീടും ഉണ്ടായിരുന്നത് ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ടുപോയി. അവരിപ്പോൾ താമസിക്കുന്നത് അനാഥാലയത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വേദ അങ്ങനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ശ്രീനിവാസനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. പിന്നീട് ആ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വേദ അവിടെ വിശദീകരിച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ കേസിൻ്റെ പിന്നിലുള്ള ആൾ ശ്രീനിവാസനാണ്. ഇങ്ങനെ ഒരാൾ ഇപ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങുകയും ജനങ്ങളെ സേവിക്കാൻ നിൽക്കുകയും ചെയ്യുന്നത് വളരെയധികം കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യിക്കണമെന്നും ഈ ശ്രീനിവാസനെതിരെ കടുത്ത ശിക്ഷ നൽകണമെന്നും പറയുന്നുണ്ട് വേദ. ഈ കേസിനെ കുറിച്ച് പല രീതിയിലുള്ള പല അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഈ ശ്രീനിവാസൻ ഒഴിഞ്ഞു മാറാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ വേദ പറയുന്നുണ്ട്. അതിനുള്ള എല്ലാ തെളിവുകളും ഞാനിവിടെ ഹാജരാക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസൻ്റെ വക്കീൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിലാണ് ഈ വേദവക്കീൽ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത്. കാള പെറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുകയാണ് വേദവക്കീൽ എന്ന് പറയുമ്പോൾ വേദ പറയാണ്, ഇത് ഞാൻ തെളിവുകളോ കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടാണ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നത്. അതിനെ ഇതുപോലെ മോശം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കരുത് എന്നൊക്കെ പറയാണ്. അന്നേരം ജഡ്ജി പറയുന്നുണ്ട്, വേദവക്കീൽ പറഞ്ഞത് ശരിയാണ്, ഇത്തരം വാക്കുകളൊന്നും കോടതിയിൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് പറയുന്ന ഒരു നാടൻ പ്രയോഗമാണ് ഇതെന്ന് അയാൾ പറയുകയാണ് വക്കീൽ. അപ്പോൾ വേദ വാദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ അതിൻ്റേതായ രേഖകളൊക്കെ ഞാനിവിടെ സമർപ്പിച്ചിട്ടുണ്ട്, വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ മറ്റേ വക്കീൽ പറയുകയാണ്, ഈ തേറാട്ടിൽ ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറേയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ വേദ പറയുന്നുണ്ട്, അങ്ങനെ എല്ലാതും പരാജയപ്പെട്ടിട്ടില്ല, ചിലത് പരാജയപ്പെടുകയും ചിലത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരാജയപ്പെട്ട കേസുകളൊന്നും ആവശ്യമില്ലാത്തതായിരുന്നു ഒരു കോടതിയും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. ഇതേസമയം ശ്രീനിവാസൻ്റെ വക്കീലും ശ്രീനിവാസനെ അനുകൂലിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ ഒരു വാദങ്ങളൊക്കെ തന്നെ വേദ പൊളിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യണമെന്നും ഈ കേസ് പുനരന്വേഷണത്തിന് വിധേയമാക്കണമെന്നൊക്കെയാണ് വേദ അവിടെ വാദിച്ചത്. മാത്രമല്ല ശ്രീനിവാസൻ്റെ വലങ്കായി ആയിട്ടുള്ള ഷാജു പുളിക്കനെയും വിക്രസുധാകരനെയും ഒക്കെ ചോദ്യം ചെയ്യുകയും വേണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വേദ ശ്രീനിവാസനെതിരെ വാദിക്കുമ്പോൾ അവസാനം ജഡ്ജി പറയുന്നുണ്ട്, എന്തായാലും ഈ കേസ് ഇനി ഒന്നും കൂടെ കാര്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ കേസ് അടുത്തൊരു ദിവസത്തിലേക്ക് നീട്ടിവെക്കുകയാണ്. അതിന് ഇടയിലായി ചെറിയങ്ങാട് കവലയിൽ നടന്ന ലഹളയെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണമെന്നും ഒക്കെ പറഞ്ഞിട്ട് കേസ് വേറൊരു ദിവസത്തേക്ക് നീട്ടിവെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അങ്ങനെ ശ്രീനിവാസനും അതുപോലെ തന്നെ മറ്റേ ശ്രീധരനൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കാണുന്നുണ്ടെങ്കിലും സംസാരിക്കാനുള്ള ഒരു അവസരമൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ കേസ് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ കാണിക്കുന്നത് വീട്ടിലെത്തിയ ശ്രീനിവാസിനെ പിള്ളസാറ് വിളിച്ചിങ്ങോട്ട് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാർ വിക്രം ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം ഫോൺ വെച്ചിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് ശ്രീനി ചെല്ലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിള്ളസാറാണ് വിളിച്ചത്, എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പിള്ളസാർ തന്നെയാണ്. ആ തീരുമാനം തെറ്റായിപ്പോയിന്ന് ഞാൻ വരുത്തുമെന്നാണ് പിള്ളസാർ ചോദിക്കുന്നത്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് വിക്രമിനോട് ചോദിക്കുകയാണ്. നീയും നിൻ്റെ ഭാര്യയും തമ്മിൽ ഇത്ര നാളും ഒരുമിച്ച് ജീവിച്ചിട്ടും നിൻ്റെ ഭാര്യയെ മനസ്സിലാക്കാനോ നിൻ്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ നിനക്ക് സാധിച്ചില്ല എന്നാണ് പിള്ളസാറ് ചോദിക്കുന്നത്. ഒരു വീട്ടിലാണെങ്കിൽ 2 വ്യക്തികളായിട്ടാണ് 2 തലങ്ങളിലായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് എനിക്ക് പിള്ളസാറിനോട് പറയാൻ പറ്റുമോ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ടൊന്നും ഇടാതെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീനി സാറിനാണെങ്കിൽ ദേഷ്യം വരികയാണ്. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ വേദനയെക്കുറിച്ച് തെറ്റായിട്ടുള്ളൊരു കാര്യം ശ്രീനി സാറിനോട് പറയുന്നില്ല. ഇനിയിപ്പോൾ ഇത് എന്തായാലും ഇലക്ഷനെ ബാധിക്കും, വാസവന് മുന്നേറാനുള്ള ഒരു കാരണം കൂടി ഇതായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മളെ സുധ പറയുന്നുണ്ട്, അല്ല ഇതിപ്പോൾ അന്വേഷണത്തിന് ഒരു ഉത്തരവിട്ടത് മാത്രമല്ലേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാൻ പറയണം, അതെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വിശദീകരണ ക്യാമ്പയിൻ നടത്താം, എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നമുക്കത് ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷപ്പെടാനായിട്ട് കഴിയും സാർ, കുറേ ആൾക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസനാണെന്നുണ്ടെങ്കിലും അത് ശരിയാണെന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്താണ്. അപ്പോൾ ശ്രീൻ സാറാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ ഏതോ കളികളുണ്ടെന്ന് പറയും. അപ്പോൾ പുളിക്കൻ പറയുന്നുണ്ട്, അല്ല വിക്രം ഒരിക്കലും പറഞ്ഞില്ലേ ശ്രീകാന്തിനെ വേറെ പോയി കണ്ടു എന്ന്, അതും ഇതും തമ്മിൽ വല്ല ബന്ധം ഉണ്ടാവും ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അതും ഇതും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ പറയണത്, നിനക്ക് എങ്ങനെ അറിയാം ശ്രീകാന്തും വേദയും കൂടിയിട്ട് വാസവനെ ജയിപ്പിക്കാനും എന്നെ തോൽപ്പിക്കാനും വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് ആണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ വേദ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, വേദയ്ക്ക് രാഷ്ട്രീയത്തിലൊന്നും യാതൊരുവിധ താല്പര്യമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീനിവാസ പറയും, നിനക്ക് ഇപ്പോഴും അവളോട് സോഫ്റ്റ് കോർണർ ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഈ ഒരു കാര്യത്തിൽ ശ്രീകാന്തും വേദയും തമ്മിൽ ഒത്തുകളിച്ച് സാറിനെതിരെ ഒന്നും ചെയ്യൂല എന്ന് തന്നെ വിക്രം പറയാണ്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, പിന്നെ ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. ഒരു പക്ഷേ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവൾ വാസവൻ്റെ കൂട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ. പോരാത്തതിന് ശ്രീകാന്ത് ഇപ്പോൾ വാസവൻ്റെ കൂട്ടല്ലേന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയായാലും ഈ ഇലക്ഷൻ പ്രചരണത്തിനെയും ഇലക്ഷനെയും ഈ സംഭവം ബാധിക്കാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാണെന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് പറഞ്ഞിട്ട് ശ്രീനിവാസൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ മാത്രമല്ല വിക്രമിനോട് ഈ വിശദീകരണ ക്യാമ്പയിൻ നടത്താൻ വിക്രമിനോട് തന്നെ മുന്നിട്ടിറങ്ങാനായിട്ട് പറയുകയാണ്, വീട് വീടാതെ കയറി ഇറങ്ങിയിട്ട്. അപ്പോൾ പുള്ളിക്കാൻ പറയുകയാണ്, സാറെന്തായാലും ദേഷ്യത്തിലാണ്, നമുക്ക് പാർട്ടി ഓഫീസിലേക്ക് പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ സുധ പറയുന്നുണ്ട്, ഇതിപ്പോൾ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ക്യാമ്പയിൻ നടത്തിയാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പുള്ളിക്കനും പറയണം, അതെ പേടി വേണ്ട, നമുക്ക് എന്തായാലും ഇവിടേക്ക് പോകാം, പാർട്ടി ഓഫീസിലേക്ക് പോകാം എന്നൊക്കെ പറയുകയാണ്. പിന്നെ വിക്രം വീട്ടിലേക്ക് വരുമ്പോഴേക്കും ശ്രീജ വന്നിട്ട്, നീ എന്താ നേരം വൈകിയത്, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു, നീ അകത്തേക്ക് വായെന്ന് പറയാം, എന്താ ശ്രീജ എടുത്തി വന്ന് കാര്യം പറയാമെന്ന് പറയുകയാണ്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ മാഷ് ഒരു നോട്ടീസും പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് വിക്രമിനെ കാണുമ്പോഴേക്കും എഴുന്നേറ്റ് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് വേദയും നീയും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്താ വെച്ചാൽ എന്താ കാര്യം, എന്ത് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഇപ്പോൾ ഒരു നോട്ടീസ് വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കാൻ. നോട്ടീസോ? അപ്പോൾ കമലാമ്മ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് നോട്ടീസാണ് അച്ഛാന്ന് ചോദിച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ നോട്ടീസ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഡിവോഴ്സ് നോട്ടീസാണ്. അത് കണ്ടിട്ട് വിക്രം ആകെ ഞെട്ടിത്തെറിച്ചിട്ട് ഇങ്ങനെ അത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ 2 പേരും കൂടെ പറഞ്ഞു തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വേദം ഒപ്പിട്ടിട്ടുണ്ട്, നീയും കൂടെ ഒപ്പിട്ടാൽ മതി എന്നാണ് അതിൽ എഴുതിയിരിക്കണേന്ന് പറയുകയാണ്. അപ്പോൾ കമലാമ്മ ചോദിക്കുകയാണ്, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇല്ല അമ്മേ, ഞാനിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് സങ്കടത്തോട് കൂടിയിട്ട് പോവുകയാണ്.
അങ്ങനെ മുറിയിൽ ചെന്നിരുന്നിട്ട് ആ ഡിവോഴ്സ് നോട്ടീസ് വീണ്ടും വീണ്ടും വായിച്ച് നോക്കുകയാണ്. അതിനുശേഷം പൊട്ടി കരയുന്നുണ്ട്, അതേസമയം തന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ. വിക്രമിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ടീസ് കണ്ടോടുകൂടിയിട്ട് ആകെ നെഞ്ച് തകർന്ന പോലെ ആവാണ്. ഈ സമയത്ത് ശ്രീജ അവിടേക്ക് വരികയാണ്. ശ്രീജ പറഞ്ഞ് കഴിക്കാൻ വരുന്നില്ലേ വിക്രം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എടുത്തിന്ന് പറയുകയാണ്. കഴിക്കാൻ പാടാ, വെറുതെ പട്ടിണി ഇരുന്നിട്ട് എന്താ കാര്യം, ഇനി അമ്മയ്ക്ക് അത് മതി വിഷമിക്കാമെന്ന് പറയുകയാണ്. വേണ്ട ശ്രീജ എടുത്തി പ്ലീസ്, എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട, എന്നെ കുറച്ച് നേരം ഒറ്റയ്ക്ക് വിട് ശ്രീജ എടുത്തിന്ന് പറയുമ്പോൾ ശ്രീജ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ വിക്രം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.